മേരി, ഉതുപ്പേട്ടന് നിനക്കിഷ്ടമായ? കല്യാണം ഉറപ്പിക്കുമ്പോ എന്റെ ഇഷ്ടം ആരും അന്വേഷിച്ചില്ല. ഞാൻ കുരുടിയല്ലേ? നീ സങ്കടപ്പെടരുത് മേരി. ഉതുപ്പേട്ടൻ എന്തായാലും നിന്നെ ഉപദ്രവിക്കില്ല, നിന്റെ മനസ്സ് നോപ്പിക്കില്ല. ചിരിക്കൂ, നാളെ പള്ളി പോകാനുള്ളതാണ്. മണവാട്ടി ഇങ്ങനെ കരയരുത്. ലിസി, ആ പെട്ടി തുറക്കൂ. അതിനകത്തൊരു പൊതിയുണ്ട്, അതിങ്ങെടുക്കൂ. ഇതെന്തിനാ ഇപ്പൊ എടുത്തത്? ആവശ്യമുണ്ട്. ലിസി കൈനീട്ടു. പ്രാർത്ഥിക്കാനല്ല ലിസി ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല. മേരി, ഇനി ഇത് നിനക്കുള്ളത്. ജോയ്മോൻ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിലും എന്നോട് പിണങ്ങിയാലും എനിക്ക് പിണക്കമില്ലെന്ന് പറയണം. എനിക്ക് ആരോടും പിണങ്ങാൻ അറിയില്ല ലിസി. ലിസി, ജോയിമാൻ വന്നോ? ഇല്ല. അവളെ വിളിച്ചു കൊടുക്കണ്ട, തൊട്ടുകളി വേണ്ട. മേരിക്കുട്ടി, ജോയിമോൻ, നിന്റെ വിവാഹം കാണാൻ ഞാൻ പുറത്തുണ്ടായിരുന്നു. ദാ എന്റെ വിവാഹ സമ്മാനം. വാങ്ങിക്കോ. ഇതിനകത്ത് എന്താണ്ട് നോട്ട് ഇങ്ങോട്ട് കൊണ്ട് വീട്ടിൽ പോയിട്ട് അഴിച്ചു നോക്കെ. കളിക്കണ് എന്താടാ? ആര്? ചെരുപ്പ്. എന്റെ മേരിക്കുട്ടിക്ക് സ്വന്തം ജോയ്മോൻ. മേരി, ഇതാ ജോയ്മോൻ തന്ന സമ്മാനം. അഴിച്ചു നോക്കട്ടെ. ഇതെന്താണെന്നറിയാമോ? ഒരു സാരി, ചുവപ്പ്. ജോയ്മോൻ മറന്നില്ല. ഇതെവിടെ വെക്കേണ്ടത്? ഇത് ഉതുപ്പിയേട്ടന്റെ പെട്ടി വെക്കാം. വേണ്ട, അതെനിക്ക് വേണ്ട. അതെന്താ? ജോയ്മോൻ ഇഷ്ടപ്പെട്ട് തന്നല്ലേ? വാങ്ങുന്നവർക്കും ഇഷ്ടം വേണ്ട ലിസി, അത് നീ എടുത്തു. മേരി, പാടില്ല. ഏതായാലും ജോയ്മോൻ നിന്നോട് പിണക്കൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് വരുമായിരുന്നു. ഞാൻ ഏതായാലും ഇത് പെട്ടിയിലെടുത്ത് വെക്കാം. നേരെ പാതിരയായി. ഇങ്ങനെ പോയാൽ വെളുക്കുന്നത് വരെ കുടിച്ചുകൊണ്ടിരിക്കും. നീ വാടി പെണ്ണ്, നമുക്ക് കിടക്കാം. നേരെ തനിച്ചാവൂലേ? തനിച്ചാക്കാതെ നീ അവളുടെ കൂടെ കിടക്കാൻ പോവാ. അതിന് അവനിങ്ങി വരും ഉതുപ്പ്. നാളെ വെളുക്കുന്നതിന് മുമ്പ് എണ്ണിക്കേണ്ടതാ. നീര് മുക്കുന്നതിന് മുമ്പ് വിരുന്നുകാരിങ്ങി വരും. എനിക്ക് എന്റെ നടു വേദനിക്കുന്നു. നീ വാ. നീ പൊയ്ക്കോ ലിസി. എന്തൊരു നഖം! എടി, ഇത് വെച്ച് ഉതുപ്പേട്ടനെ മാന്തിക്കളയരുത് കേട്ടോ, പാവോ. കാര്യം എന്തായാലും നമ്മുടെ കല്യാണം കേമായി. അതെയോ? എങ്കേവുമായി. ശരിയാ,
ഇനി നമ്മൾ കൂടുന്നത് ചാക്കോച്ചന്റെയും പത്രോസിന്റെയും മക്കളെ കല്യാണത്തല്ലേ? അന്ന് ഇതൊന്നും പോരാ, മറ്റേവനെ വരുത്തണം, റമ്മനെ വരുത്തും. നിങ്ങൾ കണ്ടോ, അന്ന് ഞാൻ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരും, ഉടുപ്പിച്ച് കണ്ടോ. കുടിയടാ കൊച്ചിനടാ, കുടി മോനെ. എനിക്ക് വേണ്ട. ഉടുപ്പേ കുടിയടാ, കൊച്ചു മോനെ കുടിയടാ. നല്ല മണവാൾ ഉറക്കം വേണം. ശരിയാ, നമ്മള് കുടിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അവൻ പോയി കിടന്ന് ഉറങ്ങിട്ട് ചാക്കുവോ? നിനക്ക് പോണോടാ? പോണം. എന്നാലിപ്പോ പോണ്ട, അവിടെ ഇരി. കല്യാണം കഴിഞ്ഞില്ല, അപ്പോഴേക്കും തിരക്കായി. അവൾ അവിടെ തന്നെ കാണും. മണവാട്ടി പുള്ളിക്കാരനെ കാത്തിരിക്കാം. ഇതും പറഞ്ഞ് നീ എന്നെ പിടിക്കുന്നു വേണ്ട, ഞാൻ ശരിയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഈശോ മസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ട് കയറി ചെല്ലടാ മുറിയിലോട്ട്. നിനക്കെന്താ നാണാവും? അവള് നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? കുറച്ച് അടി വെച്ചു ഞാൻ. എന്നടാ അമ്മ അതിലടച്ചേക്ക്, ഞാൻ പത്രോസിനെ അയച്ചിട്ട് വരാം. അമ്മ അതിലടച്ചേക്കേ. വല്ല സ്വപ്നം കണ്ട് പേടിച്ചോ? പറ. ഇന്നലെ ഉറക്കൊളച്ചതിന്റെ കേടാ. ചെല്ല്, നേരുകുട്ടിയെ വിളിച്ച് കുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. അമ്മച്ചി വെള്ളം കോരി വെച്ചിട്ടുണ്ട്. വാ. മണവാട്ടി, ഒന്ന് എണീറ്റേ. ഞാൻ ഉറങ്ങിപ്പോയി. ഉടുപ്പേട്ടിന് എന്തേ? നേരത്തെ എണീറ്റ് പോയോ? സാധാരണ 10 മണി വരെ കിടന്നുറങ്ങുന്ന ആളാ. ആ ആള് സ്നേഹമുള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്? എന്തേ? സ്നേഹമുള്ള ആള് നോവിക്കോ? ഉടുപ്പിയേട്ടൻ നിന്നെ നോവിച്ചോ? നീ പറഞ്ഞനുസരിക്കില്ല. ആസത്ത് നേരി വാ, കുളിക്കാം.
ഇവനെ ഇതിനകത്താക്കിയിട്ട് ആ കാലമാണ്. ഇടവക്കാർ കേൾക്കും, വിരുന്നുകാർ കയറി വരും. എന്താ കർത്താവേ, ഇതെല്ലാം കാണാനും കേൾക്കാനും എന്നെ ഈ നരകത്തിലിട്ടിരിക്കുകയാണോ? എന്തൊരിപ്പാ, നേരെ 3 മണിയായി. എന്നാ നിങ്ങൾ കഴിച്ചോ. ഉതുപ്പ് വന്നാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവാം. അയ്യോ, അതിന് നിങ്ങളുടെ പൊന്നുമോളെ സമ്മതിക്കണ്ടേ? അവൻ വരാതെ തിന്നത്തില്ലെന്ന്. ഒരു ദിവസം അവന്റെ കൂടെ അന്തി ഉറങ്ങിയതേ ഉള്ളൂ. അവിടെ ഒരു പ്രേമം. ത്രേസ്യേ, നിന്റെ നാവും നടക്കിക്ക്. ഇന്ന് അവരുടെ വിരുന്ന. അവൾ അവന്റെ കൂടെ ഇരുന്ന് ഉണ്ണുന്നതാ ശരി. എനിക്ക് വെച്ചേക്കുന്നു. നീ അവിടെ നിന്ന് കഴിച്ചില്ലേ? കഴിച്ചു. എന്തോ കുലുവായിരുന്നിട്ട് അവിടെ കഴിക്കാൻ. ആ അന്നാമ്മയുടെ ലിസിപ്പെണ്ണിന്റെ മുഖം എന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും കറുത്തങ്ങ് തുടുത്തു. കല്യാണപ്പിറ്റേന്ന് കയറി ചെന്നല്ലേന്ന് കരുതിയാ, അല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ചോദിച്ചേനെ. എടി ത്രേസ്യേ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് എന്റെ പ്രാണം പോന്നു. എന്നാ പോയി തിന്ന്, വെട്ടി വിഴുങ്ങ്. ബാക്കി വല്ലതും കൊണ്ട് ഞങ്ങൾക്ക് വെച്ചാ മതി. മോളെ മേരി, അപ്പനൊന്ന് ഇറങ്ങിയിട്ട് വരാം. അവൻ എവിടെ പോയെന്ന് നോക്കട്ടെ. മേരിക്കുട്ടിക്ക് ഇതറിയുമോ? ഇല്ല, ഇതുവരെ അറിയില്ല. ഉതുപ്പിനോ? അറിയാമെന്ന് തോന്നുന്നു. അവനറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാ. മേരിക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അത് മറന്നുകളെ ജോയി. ഓർക്കുമ്പോൾ ദുഃഖം കൂടും. മറക്കാൻ കഴിയില്ല ലിസി. എന്റെ ജീവിതകാലം മുഴുവനും ഇക്കാര്യം എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇതെന്നോട് പറയേണ്ടിയിരുന്നില്ല. ഞാൻ പറയരുതായിരുന്നു. ചിലപ്പോൾ ഈ നിലയിൽ നിന്നെ നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാവാൻ തോന്നുന്നില്ല. ജോയ്, ഒരു സത്യം പറയുന്നു. ഞാൻ നിന്നോട് കളവ് പറയാറില്ലല്ലോ. ജോയ്, മേരിക്കുട്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്കവളെ ആരെക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാനുമായി ഇത്ര അടുപ്പമില്ലായിരുന്നെങ്കിൽ ജോയ്മോൻ മേരിക്കുട്ടിയെ കെട്ടുമായിരുന്നു, ഇല്ലേ? ലിസി, എന്താ നീ പറഞ്ഞത്? പെണ്ണ്, അവൾ ആരായാലും അസൂയുള്ളവളാണ്. ഞാൻ മേരിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ആ വഴിയിൽ ചിന്തിച്ചു. ലിസി, അവളെ ഞാൻ സ്നേഹിച്ചത് ഒരു പെങ്ങളായിട്ടാണ്, കാമുകിയായിട്ടല്ല. ആയിരിക്കാം. എന്നാൽ മേരിക്കുട്ടിയുടെ മനസ്സിൽ ചേട്ടനല്ല, കാമുകനാണ്. ലിസി, എനിക്കറിയാം. വിരുന്നുകാര് മടങ്ങി വന്നില്ലേ? ഇല്ല. 4 ദിവസം അവരിവിടെ താമസിക്കുന്നല്ലേ പറഞ്ഞത്? അവളിനി വരില്ല. പിന്നെ ആർക്കാടി ഇവിടെ അറിയൊരുക്കിട്ടത്? അത് നിങ്ങൾക്ക്. നിങ്ങളല്ലേ ഇന്നലെ രാത്രി ഇത് ഉപയോഗിച്ചത്? പറഞ്ഞു? എല്ലാം പറഞ്ഞു. പേരിപ്പോസേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എന്നെ കൊല്ലേണ്ടി വരില്ല. ഞാൻ തന്നെ അപ്പന് ചത്തു തരും. മോളെ, അമ്മച്ചിയുടെ പൊന്നു മോളെ. പുതുപ്പേ, എന്താ ഉതുപ്പേ? എന്തു പറ്റി? അപ്പോ എല്ലാം ഏറ്റല്ലോ? ഓ, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. പേരിപ്പോസേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു.
ചാക്കോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് വേണോ? എനിക്ക് പറയാനുള്ളത്, അന്നാമ്മ ഇന്നലെ പറഞ്ഞ കാര്യല്ലേ? അന്നാമ്മ എന്നോട് വല്ലതും പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്തോ ഓർത്തോണ്ട് പറഞ്ഞതാ. ആ ഫിലിപ്പോസ് ചേട്ടൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? ചാക്കോക്ക് അറിയാമല്ലോ, പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടാ ഞാൻ കല്യാണത്തിന് ചെലവിട്ടത്. അന്നത്തോടുകൂടി വറീതും ഞാനുമായിട്ട് പിണങ്ങി. എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഒരു വീട് കഴിയണ്ടേ, കടക്കാര് പുറമേ. ചാക്കോ പുതിയ പണിയേറ്റെന്ന് കേട്ടു. ആ ശരിയാ, ഇപ്പൊ പോയവരുമായി സംസാരിച്ച് അത് ഉറപ്പിച്ചു. എങ്കിൽ എന്നെ കൂടെ. ചേട്ടൻ അറിയാമല്ലോ, ഞാൻ 10 സെന്റ് ലൈസൻസിലാ പണിയേൽക്കുന്നത്. അപ്പോ അവരുടെ കൂടെ സമ്മതമില്ലാതെ എങ്ങനെയാ? ചാക്കോ പറഞ്ഞാൽ പത്രോസ് തട്ടില്ല. അവൻ എന്നെ അറിയാം. അറിയാം, അതാണ് കുഴപ്പം. ഇക്കാര്യത്തെ പറ്റി ഫിലിപ്പോസ് ചേട്ടൻ എന്നോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പത്രോസിനോട് പറഞ്ഞതാ. എന്നിട്ട് വറീദിന്റെ കൂടെ നിന്ന് അവനെ ചതിച്ച ഫിലിപ്പോസ് നമ്മുടെ കൂടെ വന്നാൽ ഒരവസരത്തിൽ നമ്മളെയും തിരിഞ്ഞു കുത്തിയാലോ എന്നാണ് അവൻ ചോദിച്ചത്. അന്നാമ്മച്ചെടുത്തി അടിച്ചത് എന്നെ പൊള്ളിച്ചെന്നറിഞ്ഞിട്ടാണോ? എന്തായാലും എന്നെ കെട്ടിയ ആളല്ലേ. എനിക്ക് നൊന്തെങ്കിലും ഞാൻ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ മേരി? ഇല്ല, ആ ആൾക്ക് അതിന്റെ പേരിൽ ഇന്നും എന്നോട് പിണക്കമാണെന്നാ തോന്നുന്നേ. ഉടുപ്പിയേട്ടൻ നിന്നോടൊരു പിണക്കവും ഇല്ല. മേരിക്കുട്ടി കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണല്ലേ, നീ അവളെ നോവിച്ചു. അവളെ നോവിച്ചത് ഞാനല്ല. അതവളെങ്ങനെ അറിയും? അവൾക്കാരെയും കാണാൻ കഴിയില്ലല്ലോ. നീ ആ മുറിക്കകത്തുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു നാളെ നിനക്ക് കാണാമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോ കുറ്റം ആരുടെയാ? നിന്റെ അല്ലേ? എന്നിട്ടും നിനക്ക് അവളോട് ദേഷ്യം. എനിക്ക് അവളോട് ദേഷ്യമില്ല. ദേഷ്യമില്ലെങ്കിൽ പിന്നെ നീ എന്താ അവളുടെ വീട്ടിൽ പോവാത്തത്? പേടിച്ചിട്ടാ. ആരെ? ചാക്കോ ചേട്ടനെ. നീ അവളുടെ വീട്ടിൽ പോയാ ചാക്കോ ചേട്ടൻ സന്തോഷിക്കുകയുള്ളൂ. ആര് പറഞ്ഞു? ഞാൻ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ലിസി, ലിസി, ഞാൻ ഉടുപ്പിനെ കണ്ട് എല്ലാം സമ്മതിപ്പിച്ചു. എങ്കിൽ ഞാനിപ്പോഴും അങ്ങോട്ട് പോകും. വേണ്ട, നാളെ കാലത്ത് പോയി അന്വേഷിച്ചാൽ മതി.